നടൻ തിലകനെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുകയും തിലകന് പകരം നെടുമുടി വേണുവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. ആ പ്രചരണം കുറച്ച് പേര് ഏറ്റെടുത്തു. അതിൻ്റെ പേരിൽ തിരുവനന്തപുരം ലോബി, അതായത് നായർ സമുദായത്തിൽപ്പെട്ട ചില നിർമ്മാതാക്കളെയും നടന്മാരെയും ബന്ധപ്പെടുത്തിയൊരു പ്രചരണം വന്നു. പ്രത്യേകിച്ച് മോഹൻലാലാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളൊരു പ്രചരണം ശക്തമായി. എന്നാൽ മോഹൻലാലായിരുന്നു. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമയിൽ ഒരാളെ തീരുമാനിച്ചിട്ട് അയാൾ തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പല പ്രഗത്ഭ നടന്മാരും പല സിനിമകളിലും അഭിനയിക്കേണ്ടതായിരുന്നു. ആദ്യം ബുക്ക് ചെയ്തിരിക്കാം, പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇഷ്ടം തോന്നിയിരിക്കാം. പക്ഷേ ചില കഥാപാത്രങ്ങളെ അവർക്ക് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ രൂപഭാവ വ്യത്യാസങ്ങളെല്ലാം നോക്കുമ്പോൾ കഴിയുന്നതും പകരം ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക സ്വാഭാവികമാണെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് തിലകൻ ബെസ്റ്റ് നടൻ തന്നെ, ആർക്കും ഒരു സംശയവുമില്ല. ഏത് റോളും ഗംഭീരമായിട്ട് ചെയ്യും, ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പുറത്ത് നെടുമുടി വേണുവിനെ എടുക്കുക. നെടുമുടി വേണു മോശം നടനാണോ? അല്ല. ഇവരൊക്കെ സർവകലാവല്ലഭനാണ് എന്ന് പറയുന്ന യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെ പ്രത്യേകിച്ച് സിനിമയിൽ ജാതി മത രാഷ്ട്രീയം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ എഴുത്തുകൾ വന്നു. ലോഹിതദാസാണ് എഴുതിയത്. സിബി മലയിലും മോഹൻലാൽ ലോഹിതദാസിൻ്റെ ഒരു ഹിറ്റ്, അത് ഈ മൂന്ന് ത്രിമൂർത്തികൾ ചേർന്നുള്ള ഹിറ്റ് സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ ലോഹിതദാസ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് ലോഹിതദാസിനെ സിനിമയിൽ കൊണ്ടുവന്നത് തിലകനായതുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു സ്നേഹം ലോഹിക്ക് തിലകനോടുണ്ടായിരുന്നു. അപ്പം ആ സൗഹൃദം വെച്ചുകൊണ്ട് തന്നെ ലോഹി എഴുതുന്ന മിക്ക സിനിമകളിലും തിലകന് റോളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൽ ഹിസ് ഹൈനസിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് രാജാവിൻ്റെ റോൾ എന്ന് ആലോചിക്കണം. ഈ രാജാവിൻ്റെ റോൾ ആർക്ക് കൊടുക്കണം? അത് വെറുതെ ഇന്ന ആൾക്ക് കൊടുക്കണം നിർബന്ധം ഉണ്ടായിട്ടില്ല. അപ്പോൾ ലോഹി പറഞ്ഞത് അന്ന് ശരിക്ക് തിലകൻ്റെ പേരാണ്. തിലകൻ ചേട്ടൻ നല്ല നടൻ, തിലകൻ ചേട്ടനാവട്ടെ എന്ന് ആലോചിക്കുന്നത്. അക്കാലത്ത് ഞാനും സിബിയും എല്ലാവരും നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മൾ സിനിമ വെറും ഒരു ലേഖകനായിട്ട് മാത്രമല്ല, ഒരു സൗഹൃദ സംഭാഷണം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, സിബി അത് ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും, ഞാൻ പറഞ്ഞാൽ തിലകൻ ചേട്ടനുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന് വിചാരിക്കാം. ഈ റോളിന് ആപ്റ്റായിട്ടുള്ളത് നെടുമുടി വേണുവാണ്. പക്ഷേ എനിക്ക് അന്ന് ഈ നെടുമുടി വേണുവിനേക്കാൾ ഇഷ്ടം തിലകനെയായിരുന്നു. അത് യാതൊരു സംശയവുമില്ല. എന്നിട്ടും ഞാൻ പറഞ്ഞു ആ റോളിന് തിലകനേക്കാൾ ബെറ്റർ നെടുമുടി വേണു, അത്രേ പറഞ്ഞു, ബെറ്റർ നെടുമുടി വേണുവിനെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ തീരുമാനിക്കാൻ, നിങ്ങളാണ് സംവിധായകൻ, മറ്റാണ് എഴുത്തുകാർ, സംഭവമുണ്ട്. അപ്പോൾ സിബി അന്ന് പറഞ്ഞത് എനിക്ക് തിലകൻ ചേട്ടൻ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഈ ക്യാരക്ടറിന് എനിക്ക് തിലകൻ ചേട്ടൻ ആപ്റ്റ് അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് പറയുമ്പോൾ തിലകൻ ചേട്ടൻ തെറ്റിദ്ധരിക്കുന്നു. അപ്പം അങ്ങനെയാണ് പലരും ഡിസ്കഷൻ വന്നു. ലാലിനോട് ചോദിച്ചു. ലാൽ അവിടെ അന്ന് സത്യത്തിൽ ലാൽ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുണ്ടായിരുന്നാണ്. കാരണം ലാൽ പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടുപേരും നല്ല നടന്മാരാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോൾ തന്നെ ചില അപശ്രുതികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഒരാളെ കുറിച്ച് പറയുന്നതിൽ ഞാൻ ഇതിൽ പ്രധാന നടനാണ്, എനിക്ക് എൻ്റെ റോള് ശ്രദ്ധിക്കാം, നിങ്ങളെല്ലാവരും കൂടി, നിങ്ങൾ നിർമ്മാതാവുണ്ട്, സംവിധായകനുണ്ട്, എഴുത്തുകാരുണ്ട്, മറ്റു പലരും നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കൂ എന്ന് പറയാം. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ട് അവസാനം തിലകൻ ചേട്ടനെ മാറ്റാൻ തീരുമാനിക്കുന്നു. നെടുമുടി വേണു വരുന്നു. അതിൻ്റെ പിന്നിലുണ്ടായ സംഭവം ആണെന്നാണ്, ഉണ്ടായ സംഭവങ്ങളാണ് ഇതൊരു നായർ ലോബിയാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മോഹൻലാലാണ് എന്നെ മാറ്റാൻ കാരണം ഒരു പ്രചരണം വന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, മലയാള സിനിമയുടെ ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി. കാരണം തിലകൻ അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റ് എടുത്തപ്പോൾ ഭൂരിഭാഗം സിനിമകളും നിർമ്മിച്ചിരിക്കുന്നത് നായർ സമുദായത്തിൽപ്പെട്ട പ്രൊഡ്യൂസർമാരാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ തിലകൻ ചേട്ടൻ അതിൽ അഭിനയിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ തനിക്ക് റോള് കുറയുമ്പോൾ കുറ്റപ്പെടുത്തുക, ജാതി മതത്തെ കൂട്ടുപിടിക്കുന്ന ഒരു തന്ത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രചരണം വന്നു. അങ്ങനെ ഒരു തിരുവനന്തപുരം ജില്ല വന്നു, തിരുവനന്തപുരം നായർ ലോബികൾ വന്നു. ഇങ്ങനെ ഈ പ്രചരണം സത്യസന്ധമായി അല്ലാത്തൊരു കാരണം പ്രചരിപ്പിച്ച് അത് ജാതിയുടെ പേരിൽ തന്നെ ഉണ്ടായി എന്ന് ആലോചിക്കണം.
ഇത് സിനിമയിൽ അനാരോഗ്യമായൊരു പ്രവർത്തനമാണെന്ന് ആലോചിക്കണം. മാത്രമല്ല അക്കൂട്ടത്തിൽ എൻ്റെ പേരും കൂടി വലിച്ചിഴക്കപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ പേര് ഞാനിപ്പോഴും പറയുന്നു, ഞാനിപ്പോഴും സത്യസന്ധം പറയുന്നു. കാരണം രണ്ടുപേരും നല്ല നടന്മാരാണ്. ആ റോളിൽ നിങ്ങൾ ഈ സൈനസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ റോളിൽ തിലകനാണോ ഈ നമ്മുടെ നെടുമുടിയാണോ ആപ്റ്റ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സത്യസന്ധമായിട്ട് അവിടെ ജാതി പരിഗണന പാടില്ല, രാഷ്ട്രീയ പരിഗണന പാടില്ല എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ജാതിയും മതവും നോക്കാതെ കഥാപാത്രം അനുയോജ്യമായുള്ളൊരു പരിഗണന വെച്ചപ്പോൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു അതിന് യോഗ്യൻ നെടുമുടി വേണു മാത്രമായിരുന്നു എന്നുള്ളത്. ഇതിൻ്റെ പേരിലാണ് മോഹൻലാൽ ആവശ്യമില്ലാത്ത ഈ നനഞ്ഞ ചാക്ക് ചുമക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആരോപണങ്ങളൊന്ന് ഏറ്റുവാങ്ങിയെന്ന് ആലോചിക്കണം. സത്യത്തിൽ അന്ന് ഇക്കാര്യം വ്യക്തമായിട്ട് തുറന്നു പറയേണ്ടിയിരുന്നത് ലോഹിദാസാണ്. ലോഹിദാസ് അക്കാര്യം വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞില്ല എന്നുള്ളതും ഇതിൻ്റെ ഈ ദുഷ്പ്രചരണത്തിനൊരു ആക്കം കൂട്ടി എന്നുള്ളതാണ്. ഇത് മലയാള സിനിമയിലെ ആദ്യത്തെ കാര്യമല്ല. നമ്മൾ ചില പ്രധാന റോളിൽ അഭിനയിക്കാൻ വിളിക്കും, നമ്മൾ 10-20 ദിവസം അഭിനയിച്ചു പോരും. പിന്നെ ആ സിനിമയുടെ ഇറങ്ങുമ്പോൾ ആ സിനിമയിൽ ഒരു സീനിൽ പോലും നമ്മൾ ഉണ്ടാവില്ല. ഇപ്പോൾ മുകേഷ് തന്നെ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുകേഷ് ഒരു പ്രശസ്ത സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയി, കുറേ 10-20 ദിവസം അഭിനയിച്ചു. പക്ഷെ സിനിമ കണ്ടപ്പോൾ ഒറ്റ സീനിൽ പോലും എല്ലാം എഡിറ്റിംഗ് ടേബിളിൽ ഇല്ലാണ്ടായതുണ്ട്. ഇല്ലേ? ഇങ്ങനെ കുറേ സംഭവങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ട്. കുറേ ദിവസം ഷൂട്ട് ചെയ്യുന്നു. ആകെ 2-2.5 മണിക്കൂറിനുള്ളിൽ സിനിമ വേണ്ടുള്ളൂ. അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. ചില പാട്ടുകളൊക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ച് പാട്ടുകൾ ചിത്രീകരിച്ചിട്ട് ആ പാട്ടുകളിൽ ചിലതൊക്കെ സിനിമയിൽ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട്, മുമ്പൊക്കെ കുറേ നമ്മൾ ഫിലിമാണ് എക്സ്പോസ് ചെയ്യുന്നത് അല്ലേ? എത്രയോ റോളുകൾ, ഒരു റോളെ ഫിലിമിനൊക്കെ എത്ര രൂപയാണെന്ന് ആലോചിക്കണം. അപ്പം നിരവധി റോളുകളെ എക്സ്പോസ് ചെയ്തിട്ട് അത് എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ടേബിളിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് കുറയ്ക്കുമ്പോൾ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് ആ ഫിലിം മാത്രമല്ല അത് ചിത്രീകരിക്കാനുള്ള ദിവസങ്ങൾ. അപ്പം അങ്ങനെ ഒരു 15 ദിവസം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 മാസത്തോളം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെല്ലാം വകുപ്പിലാണ് പണം പോയെന്ന് അറിയിക്കണം. അങ്ങനെ അനാവശ്യമായിട്ടുള്ള പണം ചെലവഴിച്ച സിനിമകളും സംവിധായകരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സിനിമയുടെ ഭാഗം തന്നെയാണ്, അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അത് ആലോചിക്കേണ്ടത് നമ്മൾ പണം ചെലവഴിച്ചെടുക്കുന്നതാണ്. പണം ചെലവഴിച്ചെടുക്കുമ്പോൾ അതിൽ വ്യക്തി താല്പര്യങ്ങളില്ല, കച്ചവടമാണെന്ന് ആലോചിക്കണം. കലയും കച്ചവടവും ഇടകലർത്തുമ്പോൾ അത് ലാഭം കൂടി കിട്ടണം എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് തിലകൻ അഭിനയിച്ച്, അതായത് നെടുമുടി വേണുവിനെ മാറ്റി നിർത്തേണ്ടി വന്ന എത്രയോ നല്ല റോളുകളിൽ തിലകൻ അഭിനയിച്ചിട്ടുണ്ട്. ചിലതൊക്കെ തിലകനും മാത്രമേ പറ്റുള്ളൂ എന്ന് ആലോചിക്കണം. അത് വേറെ ആ കൈ ചൂണ്ടുന്നതിൽ, മുഖം തിരിക്കുന്നതിൽ, ഡയലോഗ് പ്രസൻറ്റേഷനിൽ, കണ്ണുകൾ നോട്ടത്തിന് പോലും എന്തെല്ലാം വ്യക്തത വരുത്തിക്കൊണ്ടാണ് ആ വലിയ നടൻ പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ആലോചിക്കണം. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, പലപ്പോഴും പല രംഗങ്ങളിലും പലരും മിമിക്രിക്കാർ പോലും അവതരിപ്പിക്കുന്ന പല സീനുകളും ഉണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ രഞ്ജിത്തിൻ്റെ ഒരു സിനിമയിലാണ്, ആ പേര് പറയാതെ നിങ്ങൾക്കറിയാം, അതിൽ മഞ്ജു വാര്യടക്കം അഭിനയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സിനിമകളിൽ എത്ര മനോഹരമായിട്ടാണ് തിലകൻ അഭിനയിച്ചിട്ടുള്ളത് ആലോചിക്കണം. അപ്പോൾ വ്യക്തിപരമായിട്ട് തിലകനോട് ആർക്കും ശത്രുതയില്ല. തിലകൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നു. ആ അഭിപ്രായം ചങ്കൂറ്റമുള്ള അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ പല അഭിപ്രായത്തോടും ഞാൻ യോജിക്കുന്നവരാണ്. എനിക്ക് പലപ്പോഴും എതിർ സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു നടൻ തന്നെയാണ് തിലകൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ ഇതിന് ആപ്റ്റായിരിക്കുന്നത് നെടുമുടി വേണു തന്നെയാണ്. വേണുവിനെ നിയമിച്ച കാര്യത്തിൽ മോഹൻലാലിന് ഒരു പങ്കും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.